ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഞങ്ങളുടെ സ്വന്തം ബിക്സ് ഗെയിമർ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ എക്സ്പ്ലോറേഷൻ വീഡിയോ ഇട്ടിട്ട് MRP സീരീസിൻ്റെ എക്സ്പ്ലോറേഷൻ വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞിരുന്നു MRPയുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തലക്കോടാണ് ഇട്ടിരുന്നത് എക്സ്പ്ലോറേഷൻ. പക്ഷേ നമ്മൾ വെട്ടിക്കലിലേക്കാണ് പോകുന്നത്. ദിവസം നമുക്ക് വണ്ടി പിടിച്ചങ്ങ് പോകാം. അങ്ങോട്ട് പോയാലാണ് വെട്ടിക്കലെന്ന് തോന്നുന്നില്ല. ഇങ്ങോട്ട് പോയാലാണ് വെട്ടിക്കൽ. സോ ലെറ്റ്സ് ഗോ. നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ തലക്കോടിൻ്റെ അണ്ടറിലുള്ള പ്ലേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വെട്ടിക്കൽ ചോറ്റാനിക്കൽ ഏരിയയിലേക്ക് പോവുകയാണ് കേട്ടോ. അതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. അല്ല, സൂത്രം ഉണ്ട്, അത് കഴിഞ്ഞ് ക്ലിയർ ചെയ്യാം. വേണ്ട വേണ്ട, വെയിറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്ഥലം ഏതാണെന്നറിയോ? ഇതൊരു പോലീസ് സ്റ്റേഷനാണ്. MRP സിറ്റി ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ SI സാറുമാരൊക്കെ വിളിച്ചിട്ടുണ്ട്. ഹലോ സാർ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. രണ്ട് ജയിൽ പുള്ളികളുണ്ട് ഇവിടെ. ഒരു ജയിൽ പുള്ളിയുടെ പേര് രംഗൻ, ഒരു ജയിൽ പുള്ളിയുടെ പേര് തങ്കൻ. സീനിലേക്ക് അത്രേ ഉള്ളൂ. സോ ഇതാണ് പോലീസ് സ്റ്റേഷനിൽ കാണാനുള്ളത്. ഓക്കെ അല്ലേ? പക്കയാണ്. ഒരു ചെറിയ പോലീസ് സ്റ്റേഷനാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഇപ്പം എന്ത് ചെയ്യാമല്ലോ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കണ്ടല്ലോ. പോലീസ് സ്റ്റേഷൻ്റെ ടോപ്പ് വ്യൂ ആയിട്ടും കാണാനൊന്നുമില്ല, അത് ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് പോലീസ് സ്റ്റേഷൻ്റെ സൈഡിലുള്ള ഏരിയാസൊക്കെ. അപ്പോൾ ഇനി നമുക്ക് വണ്ടി പിടിച്ചൊരു പോക്കൊക്കെ പോകാം നേരെ വെട്ടിക്കലിലേക്കല്ല നമ്മൾ പോകണം, നേരെ ചോറ്റാനിക്കരയിലേക്കാണ് നമ്മൾ പോണത്. പക്ഷേ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വെട്ടിക്കലാണ് എക്സ്പ്ലോർ ചെയ്യണം. സോ ചോറ്റാനിക്കര എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് വെട്ടിക്കലിൽ വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ സൂത്രം കണ്ടോ? അത് സീനല്ലേ ഗൈസ്? സീനാണ്. നോക്കുകയാണെങ്കിൽ പഴയൊരു ഒരു സ്റ്റേഷൻ കാണാൻ പറ്റും, റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, നമ്മൾ ചോറ്റാനിക്കര എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കര സൈഡ് ജസ്റ്റ് ഒരു വ്യൂ കാണിച്ചു തരാം. ഇത്രയും കണ്ടാൽ മതി ഗൈസ്, നിങ്ങൾ ചോറ്റാനിക്കരയിൽ ഇത്ര കണ്ടാൽ മതി. ഞാൻ കട്ട് ചെയ്യണേ, വെട്ടിക്കലിൽ വെച്ച് കാണാം. ഓക്കെ, വെട്ടിക്കലിലേക്കുള്ള ട്രെയിൻ പിടിക്കാൻ പോവുകയാണേ. ഇതാണ് വെട്ടിക്കലിലേക്കുള്ള ട്രെയിൻ. ലെറ്റ്സ് ഗോ. പോണ വഴിക്ക് ഒരു സാധനം കാണാൻ പറ്റുന്നുണ്ട്. എനിമീസൊക്കെ വരുവാണെങ്കിൽ, മോബ്സൊക്കെ വരുവാണെങ്കിൽ വെടിവെച്ചിടാനുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ഇതൊരു ഹോട്ടൽ, ഒരു സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അവിടെ. അങ്ങോട്ടൊക്കെ നമുക്ക് വരാം. സോ വെട്ടിക്കലെത്തിയിട്ടുണ്ട്. ഇത്ര വലിയ സംഭവങ്ങളൊക്കെയാണ് വെട്ടിക്കലിലുള്ളത്. ഇതാണ് വെട്ടിക്കൽ, വലിയ സ്ഥലമാണ്. എന്താ ഗൈസ്, സെറ്റപ്പ് അല്ലേ? സെറ്റപ്പാണ്. വെട്ടിക്കൽ സ്റ്റേഷനിൽ നമ്മൾ അറൈവായിട്ടുണ്ട്. വെട്ടിക്കൽ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ നേരെ എത്തുന്നത് സ്റ്റാച്ചുവിലാണ്. MRP സ്റ്റാച്ചു ആണ്. സ്റ്റാച്ചുവിൻ്റെ ഒരു ഔട്ട് സൈഡ് ഇങ്ങനെയാണ്. കണ്ണാടി നോക്കണത് ഇങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുക. സെറ്റപ്പാണ്. ഇതുണ്ടോ ഗൈസ്, ഒരു വര പോലെയൊക്കെ തന്നെ ഉണ്ടാവും. അതിൻ്റെ അകത്തൊക്കെ ഡോൾഫിനാണ്. ഇങ്ങോട്ട് സ്പോൺസേർഡ് ബൈ വിമൽ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ MRP സ്റ്റാച്യു ഓഫ് ജസ്റ്റിസ് ആണ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അല്ല. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു പള്ളിയുണ്ട്. ഇത് പള്ളിയുടെ ഭണ്ഡാരോ കൊടുക്ക പൈസ ഇട്ട് വെക്കണം. പിന്നെ ഒരു പള്ളി പണിയുണ്ട്. പിന്നെ ജീസസ് ക്രൈസ്റ്റ്, ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ജീസസ് ക്രൈസ്റ്റിൻ്റെ പൊക്കത്തൊരു ഫോട്ടോ, ഒരു കുരിശുണ്ട്. പക്കയായിട്ടുള്ളൊരു പള്ളിയാണ്, ലൈറ്റ് സെറ്റപ്പൊക്കെ ഉള്ളൊരു പള്ളി. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗ്രേവ് യാർഡ് കാണാൻ പറ്റും. ഫാദർ ഗില്ലിഗോൺ, ഫാദർ ഡൊമിനിക്, ഫാദർ ജോൺ, ഫാദർ ജോസഫ്, ഫാദർ ബെന്നറ്റ്. ഓരോ ഫാദേഴ്സിൻ്റെ മരണം സാക്ഷിയായ സ്ഥലമാണ്. ചുമ്മാ ഉണ്ടോ, ഇങ്ങനെ ഫാദറൊന്നുമില്ല, ചുമ്മാ തട്ടിക്കൂട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോവുകയാണെങ്കിൽ ഒരു തിപ്പൊളി സ്ഥലം കാണാൻ പറ്റും.
അതിന് മുമ്പ് നമുക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ. ഓക്കെ, പാർക്കിംഗ് ഫീ 1 എമറാൾഡ്, സ്പോൺസേർഡ് ബൈ വിമൽ. കാർ പാർക്കിംഗ് ഏരിയ ആണ്. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നത് കാണാൻ പറ്റും. ഇതാണ് ഇവിടെ ആ കാറിന് ചോദിക്കുന്നവരോട് ഇതാണ് കാറ്. അതിലെ കാർ ഷോറൂം പോലെ ഉള്ളതൊക്കെയാണ് കേട്ടോ. കാർ ഷോറൂമിൽ കാറ് പിഗ്ഗാണ്. ഇതിവിടെയും പിഗ്ഗാണ്. PA3 PA3 PA2 PA1 പാർക്കിംഗ് ഏരിയ. ഗേറ്റ് ഓഫ് ജസ്റ്റ് ഒരു ഇതായിരുന്നു. ഇറ്റ്സ് ഓക്കെ. പാർക്കിംഗ് ഏരിയ കഴിഞ്ഞു. ഇത് MRP അല്ല, നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഔട്ട് സൈഡ്. ഇങ്ങനെ ഔട്ട് സൈഡ് ലുക്ക്. ഷോപ്പ് നേരെ എൻട്രൻസ് ഉണ്ട്. ഇൻ വെൽക്കം ഔട്ട്. ഇൻ വഴി നമ്മൾ കയറാണ്. തുറന്നിട്ടുണ്ട്. ചെറിയൊരു സെറ്റപ്പ് ഇതൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് എഴുതിയേക്കുന്നത് MRP ന്യൂക്ലിയസ് മാൾ. ഷോപ്പിംഗ് കോംപ്ലക്സിൽ കാണാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അകത്ത് കാണാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ കുറേ മാൾ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു എസ്കുലേറ്റർ ഉണ്ട്. എസ്കുലേറ്റർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടെത്തിക്കും. ഇവിടെ എത്തിയിട്ട് ഡിസ്മൗണ്ട് ചെയ്താൽ മതി. ഡോർ തുറക്കുക. അടച്ചിടുമ്പോൾ നമ്മൾ ടോപ്പ് ഫ്ലോറിലെത്തും. ടോപ്പ് ഫ്ലോറിൽ ഫുള്ള് കുറേ വില്ലേജേഴ്സ് വാങ്ങാനൊക്കെ വന്നേക്കണാണ്. വാങ്ങിയിട്ട് വേഗം സ്ഥലം വിട്ടോളണം. പിന്നെ അവിടെ ഒരു ജസ്റ്റ് ടോപ്പ് വ്യൂ ഫ്ലവർ തൂക്കിയിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ അടിപൊളി സംഭവങ്ങളൊക്കെയാണ് മാളിൽ കാണാനുള്ളത്. ഇൻസൈഡായിട്ടൊന്നും ഇല്ലെങ്കിലും മാളിൻ്റെ ഔട്ട് സൈഡ് പക്കയാണ്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞില്ലേ, മാളൊക്കെ കണ്ടില്ലേ ഗൈസ്? അടിപൊളിയല്ലേ? ഞാനിത് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ടോപ്പ് വ്യൂ ഒക്കെ ഇങ്ങനെയാണ്. എക്സിറ്റ് വഴി പുറത്തോട്ട് പോവാം. ഇതാണ് മാള്. നമ്മൾ ടോപ്പ് വ്യൂ നോക്കിയേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതാണ് ടോപ്പ് വ്യൂ. പിന്നെ സൈഡിലായിട്ടൊരു ചെറിയ വീട് പോലത്തെ ഒരു സംഭവം കാണാൻ പറ്റും. ഇത് വീടല്ല, ഇത് മാളിൻ്റെ സ്റ്റോറേജ് റൂമാണ്. ഓക്കെ, മാളിൻ്റെ സ്റ്റോറേജ് റൂമാണ്. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോറേജ് റൂം ഓപ്പൺ ആവും. ഇവിടെ ഒരു ഇതുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബെഡ്റൂമും ഇതൊക്കെ കാണാൻ പറ്റും. അതൊക്കെ വെറുതെയാണ്. ജസ്റ്റ് ഒരു സ്റ്റോറേജ് റൂം വേണമെന്നിട്ടാണ്. ഇപ്പോൾ സ്റ്റോറേജ് റൂമാണ്. ഓക്കെ, വേണമെങ്കിൽ റെസ്റ്റിംഗ് റൂമായിട്ട് കൊടുക്കുക. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഓഫ് ആവും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് കാണാൻ. പിന്നെ മാളിൻ്റെ ഔട്ട് സൈഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. മാളിൻ്റെ ഔട്ട് സൈഡ് നിറച്ച് ഇതാണ്. മാളിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ റെയിൽവേ പാളങ്ങളൊക്കെ കാണാൻ പറ്റും. എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, മൈൻക്രാഫ്റ്റുകാർ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ടൊന്നും വരാൻ താല്പര്യമില്ല. നമുക്ക് വെള്ളേക്ക് തന്നെ പോവാം. വെള്ളേക്ക് പോയിട്ട് അടുത്ത പരിപാടിക്ക് പോവാം. സോ മാള് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരടിപൊളി ബാൺ നമുക്ക് കാണാൻ പറ്റും. ബാൺ. അപ്പോൾ ബാണിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ യൂട്യൂബ് നോക്കി പണിത ബാണാണ് കേട്ടോ. ബാൺ നമ്മളിങ്ങനെ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ കാണാം. കുറച്ച് ചേട്ടന്മാർ ഇരിപ്പുണ്ട്. മുട്ടയോ കുറേ കോഴിക്കുഞ്ഞിനെ ഇവിടെ ഉണ്ടാക്കിയിടാം ഗൈസ്. എന്തായാലും ആവട്ടെ. വീതിയിൽ കൂടെ കയറി കഴിഞ്ഞാൽ കുറച്ച് ചേട്ടന്മാർ നിൽക്കാം, കാണാം. വൈക്കോലുണ്ട്. ടോപ്പ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഫാം അല്ല, ചെറിയ ഫാം ഉണ്ടാവും. ചേട്ടൻ അങ്ങനെ ഒന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബെഡുണ്ട് വില്ലേജേഴ്സിന് കിടന്നുറങ്ങാൻ. അത്രേ ഉള്ളൂ. നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ആനിമൽസൊക്കെ ഉണ്ട്. ഒരു മരം തണലിന് വേണ്ടി, കുളിക്കാനായിട്ട് വെള്ളം എല്ലാം ഉണ്ട് ഇവിടെ. ഓക്കെയാണ്.
ഒക്കെ ആയിട്ടുള്ളൊരു ബാണാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുത്താണ്. ഒരു വില്ലേജറും ഉണ്ട് അവിടെ പരിപാലിക്കാനായിട്ട്. അങ്ങനെ അടിപൊളി ബാണുണ്ട്. ബാണിന് വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അവസാനത്തെ ഒരു സംഭവമാണ് അക്കാഡമി ഓഫ് ഇൻഡസ്ട്രീസ്. അതായത് ഈ ഒരു വാൾ MRP കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് കാണുന്നതിന് മുമ്പ് നമുക്ക് വേറെ സ്ഥലത്ത് പോകണം. നേരെ പോകാം. കഴിഞ്ഞൊരു ചെറിയ ഏരിയ കാണാൻ പറ്റും. ഇത് നമ്മൾ കപ്പിൾസിനൊക്കെ വന്നിരുന്ന് സംസാരിക്കാനും പിന്നെ ഫെസ്റ്റിവൽസൊക്കെ നടക്കുമ്പോൾ ഫീസ്റ്റൊക്കെ ഒരുക്കാനായിട്ടുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ്. ഏതെങ്കിലും ഫാമിലിക്കൊക്കെ വന്ന് ഫാമിലിയായിട്ട് വന്ന് ഫുഡൊക്കെ കഴിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പാണ്. ഓക്കെ, ഫ്രീ ആണ്. MRP എഴുതിയിട്ടുണ്ട് അവിടെ. അത്രേ ഉള്ളൂ. അത് കാണിക്കണമെന്നുണ്ടായിരുന്നു, അത് കാണിച്ചു, അത്രേ ഉള്ളൂ. അത് വെട്ടിക്കലിൻ്റെ അണ്ടറിൽ വരുന്നതുകൊണ്ട് കാണിച്ചാണ്. ആ MRP എന്ന് എഴുതിയ ബോർഡിൻ്റെ അപ്പുറത്ത് ചോറ്റാനിക്കരയാണ്. ആ മലയില്ലേ, അവിടെ ഒരു വീട് കാണാൻ പറ്റുന്നുണ്ടാവും. അതൊക്കെ വില്ലേജാണ്, ചോറ്റാനിക്കര വില്ലേജാണ്. അങ്ങോട്ടൊക്കെ നമുക്ക് അടുത്ത വീഡിയോ പോകാം. ഇപ്പോൾ അക്കാഡമി ഓഫ് ഇൻഡസ്ട്രിയിലേക്ക് പോകാം. 2 ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നേരെ വന്ന് നിൽക്കുന്നത് ഒരു ബ്ലാങ്ക് ഏരിയയിലാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ ചെസ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. മേളിലേക്കൊന്നുമില്ല, ജസ്റ്റ് ഹോളോയാണ്, ഫുൾ ഹോൾ. അതിൻ്റെ അകത്ത് ഒന്നുമില്ല, ഒരു ചെസ്റ്റിൻ്റെ അകത്ത് ഒന്നുമില്ല, ചുമ്മാ പണിതിട്ടാണ്. നമ്മൾ നേരെ എലവേറ്ററിലേക്ക് പോവാം. ഇതിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ താഴ്ത്തിട്ട് വരും, എൻ്റെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മേളിലേക്ക് പോകും. നേരെ മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. മേളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഏരിയയിൽ നമ്മൾ വരും. തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ആൾക്കാരാണ്. അക്കാഡമി ഓഫ് ഇൻഡസ്ട്രി കൺട്രോൾ ചെയ്യണ ആൾ, ഇലക്ട്രിക് ബാലൻസ് കൺട്രോൾ ചെയ്യണ ആൾ, സബ്വേ റെയിൽസ് കൺട്രോൾ ചെയ്യണ ആൾ, മെയിൻ റെയിൽസ് കൺട്രോൾ ചെയ്യണ ആൾ, പിന്നെന്താ സിറ്റി പാർക്ക് കൺട്രോൾ ചെയ്യണ ആൾ, KFC ഹോട്ടല്, ഷോപ്പിംഗ് കോംപ്ലക്സ്, വാട്ടർ ബാലൻസ്, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. കൺട്രോൾ എന്ന് പറയുമ്പോൾ ചുമ്മാണ് കേട്ടോ, വെറുതെ ആണ്. കൺട്രോളൊന്നും ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ആൾക്കാരൊക്കെ കൊണ്ട് ഇരുത്തിയാങ്ങനെയാണ് മൗസും കമ്പ്യൂട്ടറൊക്കെ കൊടുത്ത്. പിന്നെ ഷെൽക്കർ ബോക്സുണ്ട്, സ്റ്റോറേജ് പോലെ. ഇത്രയാണ് അക്കാഡമി ഓഫ് ഇൻഡസ്ട്രിയിൽ കാണാനുള്ളത്. ഒരു വലിയൊരു ബിൽഡാണ്, അത്രേ ഉള്ളൂ. വേറെ OP ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല, ഒരു ബിൽഡ് അത്രേ ഉള്ളൂ. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ താഴത്തോട്ട് പോകാൻ പറ്റും. ഒന്ന് ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഫോഴ്സിൽ നമുക്ക് താഴത്തോട്ട് പോകാം. ഇത് ലേറ്റാണ്, വന്നതിനേക്കാൾ ഇത്തിരി ലേറ്റാണ് താഴത്തോട്ട് പോകുന്നത്. എന്നാലും കുഴപ്പമില്ല, താഴത്തോട്ട് നമ്മൾ പോയാൽ പറ്റും. ഇതിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അക്കാഡമി ഓഫ് ഇൻഡസ്ട്രിയിൽ ഇത്രേ ഉള്ളൂ കാണാൻ. ഈ അക്കാഡമി ഓഫ് ഇൻഡസ്ട്രിയുടെ ഔട്ട്സൈഡ് വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മെല്ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നമ്മൾ വന്നു പോയ സ്ഥലമാണ്. ഹലോ, പണിയെടുക്കുന്നില്ലേ? പണിയെടുക്കടോ. ഒരു വലിയൊരു ബിൽഡാണ്, താഴത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് നമ്മൾ താഴത്തേട്ട് വേണം എന്ത് പറ്റും. അയ്യോ, അടിപൊളി. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അക്കാഡമി ഓഫ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ വെർട്ടിക്കൽ എക്സ്പ്ലോറേഷൻ. സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വെർട്ടിക്കൽ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേറെ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. അയ്യോ, ഒട്ടിച്ചല്ല, നിൽക്കട്ടോ ഗൈസ്. ഓക്കെ, കയറിയിരിക്കാം, പോകാം. വെർട്ടിക്കൽ ഇത്രേ ഉള്ളൂ. ഇനി ഞങ്ങൾക്ക് വെർട്ടിക്കൽ കാണാൻ പറ്റില്ല. ബൈ ബൈ. ഓ, വാട്ട് ഈസ് ദാറ്റ്? ഓ കറക്റ്റ് സമയമല്ലേ. തണ്ടർ വെതർ. ഓനെ സീറ്റ് ക്ലിയർ ചെയ്യട്ടെ, ഇല്ലേ പണി വാളും. ഓക്കെ, നമ്മളിപ്പോൾ ചോറ്റാനിക്കരയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോറ്റാനിക്കര എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചോറ്റാനിക്കര വില്ലേജാണ്. വില്ലേജിലെ ചെറിയൊരു പ്ലേസാണ്. കുറച്ച് ബിൽഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചോറ്റാനിക്കര എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ചോറ്റാനിക്കര എക്സ്പ്ലോറേഷനിൽ കാണാം. തൽക്കാലം നമ്മളിപ്പോൾ ഇവിടെ നിർത്തുകയാണ്.
താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഫ്രം വി എക്സ് ഗെയിമർ.